ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാനായിട്ട്, അല്ലെങ്കിൽ നയനയും അഭിയും ആദർശം തമ്മിലുള്ള വിഷയം എന്താണെന്ന് അറിയാൻ അഭി നൈസായിട്ട് ഇങ്ങനെ വന്നപ്പോൾ, ഇനി നീ എന്തെങ്കിലും ഭാരം പണിതതാണോ എന്ന കാര്യം ചോദിച്ചു നവ്യ. ഞാനെന്ത് ചെയ്യാനാന്ന് ചോദിക്കുമ്പോൾ, അല്ല നിന്റെ അമ്മയൊക്കെ വല്ലതും ചെയ്തതാണെങ്കിലോ എന്ന് നവ്യ പറയുമ്പോൾ, അങ്ങനെ അവരൊന്നും പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളല്ല ആദർശേട്ടൻ, മറിച്ച് ഏട്ടത്തിക്കും ഏട്ടനും ഇടയിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം ചോദിക്കുക അഭി. അപ്പം ഇവരിങ്ങനെ നോക്കുക. അത് പിന്നെ മോനോട് ചിലപ്പോൾ ആദർശ് മോനൊന്നും പറഞ്ഞില്ല എന്ന് വരും, എന്നാലും അനിമോനോട് പറയാതിരിക്കോ എന്ന് കനകൻ ചോദിച്ചപ്പം, ഞാനത് അനിയോട് സംസാരിച്ചമ്മേ, അവനൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് എന്നോട് പറഞ്ഞത്, അവനൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ അതൊന്നും അല്ല രസം. അവിടെ ആദർശേട്ടനും ഏട്ടത്തെയും തമ്മിൽ എന്തെങ്കിലും ഒരു പിണക്കുണ്ടായാൽ ഏട്ടത്തിക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നവരാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ. അതുപോലെ തന്നെ എൻ്റെ അമ്മാവന്മാരും അങ്ങനെ നിൽക്കുന്നവരാ. പക്ഷേ ഇവിടെ ഏട്ടത്തി ഇങ്ങോട്ട് വന്നതിലേ മുത്തശ്ശനും മുത്തശ്ശിക്കും വിഷമമൊക്കെ ഉണ്ടെങ്കിലും ആദർശേട്ടനോട് പോയി വിളിക്കാനൊന്നും അവർ പറയുന്നില്ല. ആദർശേട്ടൻ എന്ത് തീരുമാനം എടുത്താലും അതിനൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ എന്ന് അവർ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ, എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ അഭി. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വോയിസ് ഇല്ലാത്ത വീടാ അത്. അവിടെ ഞാൻ എന്തു പറഞ്ഞാലും ആരും കേൾക്കാനൊന്നും പോകുന്നില്ല എന്ന് അഭി അന്നേരം നവ്യോട് പറഞ്ഞു. ഞാൻ ഇടയ്ക്കൊന്നും സംസാരിച്ചായിരുന്നു ആദർശേട്ടനോട്. അപ്പം നീ നിന്റെ ജീവിതം നന്നാക്കാൻ നോക്ക്, എന്നെ ഉപദേശിക്കാൻ വരണ്ടെന്ന് മറുപടിയും പറഞ്ഞ കാര്യം അഭി പറയുക. അല്ല, ആദർശേട്ടൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് നയന ചോദിക്കുമ്പോൾ, അമ്മായി എന്തു പറയാനാ, അമ്മായിക്ക് നിങ്ങൾ തമ്മിൽ അകന്നു കഴിയുന്നതല്ലേ ഇഷ്ടം എന്ന കാര്യം അഭി അന്നേരം ചോദിച്ചു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നോക്കുക കേട്ടോ. ഇപ്പോൾ അവിടെ ചെറിയ തോതിൽ ഡിവോഴ്സിനെ പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാവരും നടുങ്ങി ഇങ്ങനെ നിൽക്കുക. നീ എന്തായി പറയുന്നതെന്ന് ചോദിച്ചു നവ്യ. അപ്പോൾ അവിടെ പറയുന്നത് കേട്ടതാ, അതും ഏട്ടൻ തന്നെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഒന്നടങ്കം അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഏട്ടനിപ്പോൾ ബന്ധം പിരിഞ്ഞാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്, ആ രീതിയിലാണ് ഇപ്പോൾ പോക്കെന്നൊക്കെ പറഞ്ഞ് അഭികാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അത് കേട്ടപ്പോൾ, അയ്യോ മോനെ, അതിലേക്കൊക്കെ കാര്യങ്ങൾ ചെന്നെത്താൻ എന്താ കാരണമെന്ന് കനകൻ ചോദിക്കുമ്പോൾ, എന്താണെന്ന് എനിക്കറിയില്ലമ്മേ, പിന്നെ പേടിക്കണ്ട, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരുപാട് നാൾ ഏട്ടൻ്റെ മനസ്സിലിങ്ങനെ പിടിച്ചു വയ്ക്കാനൊന്നും പറ്റത്തില്ല, പിന്നെ എല്ലാം സോൾവ് ആകുന്നതിന് എൻ്റെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വന്നേന്നും പറഞ്ഞുകൊണ്ട് നവിയേയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുക. ഈ സമയത്താണെങ്കിൽ നമ്മുടെ കനകൻ നയനയോട് പറയുവാണ്, ഒരു കാരണവശാലും ആദർശ് മോനോടൊന്നും പറയാതിരിക്കാൻ പാടില്ലായിരുന്നു എന്ന്. അപ്പം അമ്മ ഇത് പറയുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ ഞാൻ നോക്കിയതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ പറയുക കേട്ടോ. ഒരു മുറിക്കകത്ത് കിടന്ന് ഞാൻ നട്ടം തിരിയുകയായിരുന്നു അമ്മേ, ആരോടും സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്കെന്നൊക്കെ നയന ഇങ്ങനെ പറഞ്ഞു. ആകെ കൂടി എനിക്ക് അവിടെ സപ്പോർട്ടുണ്ടായിരുന്നത് ആദർശേട്ടൻ്റെ അമ്മ മാത്രമാണെന്നും, ആ അമ്മയോട് മറ്റാരും കാണുകെ ഒന്നും മിണ്ടാനും പറയാനും ഒന്നും എനിക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ നയന ഇങ്ങനെ കനകത്തിനോട് തൻ്റെ സങ്കടങ്ങൾ ഓരോന്നായിട്ട് പറയുക. അതും ചെറിയ വീടല്ല, 10-30 പേർക്ക് ഒന്നിച്ച് താമസിക്കാൻ കഴിയുന്ന ഒരു വീടാണ്. അതിനുള്ളിൽ ശ്വാസം മുട്ടി കഴിയേണ്ടി വരിക എന്നൊക്കെ പറയുന്നതേ അത് ഭയങ്കര പീഡനം തന്നെയാണ് അമ്മയെന്നും പറഞ്ഞ് നയന ഇങ്ങനെ തൻ്റെ ഉള്ളിൽ പൊള്ളുന്ന രീതിയിൽ സംസാരിക്കുന്നു. അത് താങ്ങാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സാഹസം കാണിച്ചതെന്ന കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നയനയും ആകെ ദുഃഖത്തിൽ ഇങ്ങനെ നിൽക്കുക. പിന്നെ കാണിക്കുന്ന ദേവയാനിയാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാതെ മുറിക്കകത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടപ്പും ഇരിപ്പും കരയിലും തന്നെയാണ്. എന്നിട്ട് ഇരിപ്പ് ഉറയ്ക്കാതെ നേരെ ആദർശിനെ കാണാനായിട്ട് മുറിയിലേക്ക് ചെന്നു. അമ്മയെ കണ്ടിട്ട് പോലും ആദർശ് ഇപ്പം മൈൻഡേ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ചെന്ന് ആദർശേ എന്നും പറഞ്ഞ് വിളിച്ചു. അവൾക്ക് എന്തോ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അവൾ ഇവിടുന്ന് പോയത് എന്ന് ദേവയാനി വന്ന് ആദർശിനോട് പറഞ്ഞു. അതിന് ബന്ധം പിരിയേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പം, എനിക്ക് വിശ്വാസമില്ലാത്ത ഭാര്യയ്ക്കൊപ്പം ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പം, അല്ല അവൾ കമ്പനിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുള്ളതെന്ന് ദേവയാനി ആദർശിനോട് ചോദിച്ചു. പിന്നെ അവളുടെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ വിഷുവിന് ആഘോഷിക്കപ്പെടുകയല്ലായിരുന്നോ? എത്ര കോടികളാ അതുമൂലം നമ്മുടെ കമ്പനിക്ക് കിട്ടിയതെന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചോദിക്കുമ്പോൾ ആദർശമൊന്നും അല്ലാത്ത പോലെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ മറ്റു ജ്വല്ലറികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് മുകളിലല്ലേ മോനെ, അല്ലെ മുന്നിലല്ലേ മോനെ. ഇതിനു മുൻപ് ഒരു കോമ്പറ്റീഷനല്ലേ നടന്നുകൊണ്ടിരുന്നത്, ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മുടെ അടുത്തുകൂടി പോലും മറ്റുള്ളവർക്ക് എത്താനായിട്ട് പറ്റുന്നില്ലല്ലോ. അതിലെല്ലാം അവളുടെ അധ്വാനം കൂടി ഇല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം, അതുകൊണ്ട് ഞാൻ അവളെ ഇവിടെ നിലനിർത്തണമെന്നാണ് അമ്മ പറയുന്നത്, അവളുടെ തെറ്റുകളെ ഞാൻ ന്യായീകരിക്കണമെന്നാണ് അമ്മ പറയുന്നത്. എടാ അതിന് മാത്രം എന്ത് തെറ്റാ അവൾ ചെയ്തതെന്ന് ദേവയാനി ചോദിക്കുമ്പം, അമ്മേ അവൾ ചെയ്ത തെറ്റെന്താണെന്നേ എനിക്കറിയാം, അതെന്താ നീ എന്നോട് പറയാൻ മടിക്കുന്നത്? അവളെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് എന്നെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ആളല്ലേ അമ്മ. അങ്ങനെയുള്ള അവളെ ഇതിനു മുൻപ് പിണങ്ങിപ്പോയപ്പോൾ ഞാൻ തന്നെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അമ്മ അങ്ങനെ തോറ്റു കൊടുത്തത് ശരിയല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ.
അപ്പോൾ ദേവേനെ ഒന്നും മിണ്ടുന്നില്ല. അമ്മയുടെ ഭാവം മാറുന്നത് നമ്മുടെ ആദർശ് ഇങ്ങനെ നോക്കുക. അവളില്ലാതെ ചിലപ്പം നിനക്ക് 1-2 ദിവസം പോകാൻ പറ്റിയേക്കും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിനക്ക് ശരിക്കും ഉറക്കം കിട്ടുമോടാ എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ എനിക്ക് ഉറക്കമൊക്കെ കിട്ടും അമ്മേ. അല്ല ശരിക്കും എന്താ നിൻ്റെ ഉദ്ദേശം? അത് നീ പറയാൻ പറഞ്ഞു. അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. അമ്മയുടെ ഉദ്ദേശം എന്താണെന്ന്. നിൻ്റെ മുത്തശ്ശൻ ഒരു രോഗിയാണ്. അതും ചെറിയ അസുഖമൊന്നും അല്ല മുത്തശ്ശനുള്ളത്. ആ മുത്തശ്ശൻ പോലും പറഞ്ഞു കഴിഞ്ഞല്ലോ എനിക്കിഷ്ടമുള്ളത് ചെയ്തോളാം. ഇപ്പോഴങ്ങനെയൊക്കെ പറയും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും തന്നെ പറയും അവളെ പോയി വിളിച്ചുകൊണ്ട് വരാനായിട്ടെന്നൊക്കെ ദേവയാനി പറഞ്ഞു. അതുപോലെ തന്നെ നിന്റെ അച്ഛൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞു. ഇന്നലെയാണെങ്കിൽ ജയേട്ടനൊരു പോളെ കണ്ണടച്ചിട്ടില്ല, നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു. എന്നിട്ട് അച്ഛൻ എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. പറയത്തില്ല, നിനക്ക് എന്തറിയാം. പക്ഷേ നിന്റെ ഇപ്പോഴത്തെ ഈ പോക്കില്ലേ ജയേട്ടന് നല്ല വിഷമമുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാവുന്ന ദേവയാനി പറഞ്ഞു. എനിക്കങ്ങനെയൊന്നും തോന്നിയില്ലമ്മേ. ഞാനെന്ത് തീരുമാനം എടുത്താലും അതിനെ പിന്തുണയ്ക്കാമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഇളയച്ചനും. എടാ അപ്പം ശരിക്കും ആദർശ് നിന്റെ തീരുമാനം എന്താണെന്ന് പറയാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ തീരുമാനം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒരു അഡ്വക്കേറ്റിനെ കാണാൻ പോവുകയാണ്. എന്നിട്ട് എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ പോവുകയാണെന്നുള്ള കാര്യം ആദർശ് പറയുമ്പോഴേക്കും ദേവയാനി കിടന്ന് പരക്കം പായുന്നത് നമ്മുടെ ആദർശ് ശ്രദ്ധിക്കുക കേട്ടോ. കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് അവളോട് വെറുപ്പായിരുന്നെന്നും നിനക്കും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? അന്നൊന്നും നീ വക്കീലിനെ കാണാൻ പോയിട്ടില്ലല്ലോ. അപ്പം അന്ന് എനിക്കും അവളോട് വെറുപ്പായിരുന്നു, അമ്മയ്ക്കും വെറുപ്പായിരുന്നു. എന്താ ഇപ്പോൾ അമ്മയ്ക്ക് അവളോട് വെറുപ്പില്ലേ എന്ന് ആദർശ് ചോദിച്ചു. എന്നൊക്കെ ചോദിച്ചാൽ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവളെ ഒഴിവാക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല എന്നും പറഞ്ഞ് കറങ്ങി മുക്കി പിടിക്കാം. അവൾക്കൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ എനിക്കിനി പറ്റത്തില്ലമ്മേ എന്നും പറഞ്ഞ് ആദർശ് അന്നേരം ദേവയാനിയോട് തുറന്നു പറയുന്നു. ഇതൊക്കെ കേട്ട് ഇനിയിപ്പോൾ ദേവയാനി അല്ല എന്തുകൊണ്ടാണ് നിനക്ക് പറ്റാത്തത്? അതിന് കാരണം ഉണ്ടാകുമല്ലോ. കാരണം എന്താ? ആദർശൊന്നും മിണ്ടിയില്ല. ചോദിച്ചത് കേട്ടില്ല ആദർശ. അവൾക്കൊപ്പം ജീവിക്കാൻ നിനക്ക് എന്തുകൊണ്ട് പറ്റില്ല എന്ന് അമ്മ ചോദിക്കുമ്പോൾ എനിക്ക് പറ്റാത്തത് കൊണ്ട് തന്നെയാണെന്നും പറഞ്ഞ് ആദർശ് 2 ഒച്ച വയ്ക്കൽ. പിന്നെ അമ്മ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മയില്ലെന്ന് കരുതി ഞാൻ ഒരു ദിവസം പോലും ഉറങ്ങാതിരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം എന്നാൽ എൻ്റെ കാര്യം മറിച്ച ആദർശേ. എടാ ഈ കുടുംബത്തിൽ വന്നിട്ടുള്ള ഒരു പെണ്ണുങ്ങളും പിണങ്ങി പിരിഞ്ഞ് സ്വന്തം വീട്ടിൽ പോയി അധിക കാലം നിന്നിട്ടില്ല. ബന്ധം പിരിയുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. അത് അനന്തപുരി തറവാടിനും നിന്റെ മുത്തശ്ശനും കൂടി നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണെന്ന് നീ ഓർക്കണമെന്നൊക്കെ പറഞ്ഞു ദേവയാനി. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എനിക്കും അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ കൂടി പറ്റില്ല എന്ന് പറയുമ്പം എന്ന് വെച്ചാൽ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ അമ്മയ്ക്ക് ഉറക്കം നഷ്ടപ്പെടുമെന്നല്ലേ അമ്മ എന്നോട് പറയാതെ പറയുന്നതെന്ന് ചോദിച്ചു ആദർശു. അതെടാ എനിക്ക് ഉറക്കം നഷ്ടപ്പെടുവടാ, ഞാൻ ഉറങ്ങൂല്ലടാ. അതുകൊണ്ടാണ് ഞാൻ അവളെ വെറുക്കുന്നുവെന്നും പറഞ്ഞ് അവളുടെ അച്ഛനും അമ്മയും അവളെ വീട്ടിൽ പിടിച്ചു നിർത്തിയപ്പോൾ ഞാൻ എൻ്റെ ആത്മാഭിമാനം പോലും കളഞ്ഞിട്ട് അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നതെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ കയർത്ത് സംസാരിക്കാം. ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്നുള്ള രീതിയിൽ ഞാൻ ശ്രദ്ധിച്ചേ പറ്റുമെന്ന് ദേവയാനി പറഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും ഈ കാര്യത്തിൽ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, എല്ലാവരോടും കൂടി എനിക്കൊന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞു. അത് നമ്മുടെ ആദർശ് വരച്ച വരയിൽ ദേവയാനി വന്നുകൊണ്ടേ ഇരിക്കുക. പാവം ദേവയാനി അത് അറിയുന്നുമില്ല. ഈ കാര്യത്തിലെ മുത്തശ്ശനും മുത്തശ്ശിയും ഈ വീട്ടിലുള്ള എല്ലാവരും നിന്റെ തീരുമാനത്തിനാണ് കാര്യങ്ങൾ വിട്ടിരിക്കുന്നത്. പിന്നെന്തിനാ നീ അവരോടൊക്കെ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. എനിക്ക് എല്ലാവരോടുമായിട്ടൊന്ന് സംസാരിക്കണം. എൻ്റെ മനസ്സിൽ എന്തായാലും ഇപ്പോൾ അവളില്ല എന്ന് ആദർശ് പറയുമ്പോൾ ദേവയാനിയുടെ ഭാവമാറ്റമൊക്കെ ആദർശ് ശ്രദ്ധിക്കുന്നുണ്ട്. ദേവയാനിക്കാണെങ്കിൽ ഭയങ്കര ഒരു അങ്കലാപ്പ്. എന്നിട്ട് ആദർശ് ഇങ്ങനെ അതൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ നിന്ന് പിന്നെ എന്തിനാ അമ്മ ഇഷ്ടമില്ലാത്ത മരുമകളെ ഇങ്ങനെ തിരിച്ചു വിളിക്കാൻ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അവൾ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പെൺകുട്ടിയാണെന്നും അവൾ പലതും എന്നിൽ നിന്ന് പലപ്പോഴും മറച്ചു വെച്ച് നടക്കുന്നവളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരിക്കലും അല്ല എന്ന് ദേവയാനി പറഞ്ഞു. അപ്പോഴേക്കും ഇപ്പം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയോ എന്ന് ചോദിച്ചു ദേവയാനിയോട് ആദർശം. അപ്പം നയന നല്ലവളാണെന്നാണ് അമ്മ പറയുന്നത്. അപ്പം നീ പറയുന്ന പോലത്തെ കുഴപ്പമൊന്നും നയനമോൾക്കില്ല എന്ന് ദേവയാനി പറയുമ്പം നയനമോളോ? ദേവയാനിയുടെ കയ്യിൽ നിന്ന് പോയി, മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. അല്ല നിന്നേക്കാളും ഇളയതല്ലേ എന്ന് ദേവയാനി ചോദിച്ചു. അങ്ങനെയുള്ളപ്പോൾ അറിയാതെ മോളേന്ന് വിളിച്ചതിൽ ഇപ്പം എന്താ പ്രശ്നം എന്താണെന്ന് എനിക്ക് ചോദിച്ചപ്പോൾ അമ്മേ എനിക്കപ്പോൾ ഒന്ന് വന്നേ എന്ന് പറഞ്ഞ ആദർശം. എന്തിന്? അമ്മയ്ക്ക് വന്നേ അമ്മേ, വാ അമ്മേ, വാ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോകും എല്ലാവരുടെ അടുത്തേക്ക്. അപ്പോൾ മുത്തശ്ശിയും താഴെ ഇരുന്നിങ്ങനെ സംസാരിക്കാം. ആദർശ് കുറച്ച് സീരിയസ് ആയിട്ടാണല്ലോ പോകുന്നതെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശനോട് പറയുമ്പം അല്ല ഇത്രയൊക്കെ ആയിട്ടും ദേവയാനി സത്യം തുറന്ന് പറയുന്നില്ലല്ലോ എന്ന് മുത്തശ്ശിയോട് പറയാം. അവളത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നമുക്കിതിനൊരു പരിഹാരം കാണാമായിരുന്നു എന്ന കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശ് അമ്മയും കൂട്ടിക്കൊണ്ട് വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി വന്നപ്പം എന്താ ആദർശയെന്ന് ചോദിച്ചു മുത്തശ്ശൻ. അല്ല അമ്മ എന്നോട് പറയുന്നതേ നയനെ പോയി വിളിച്ചോണ്ട് വരാനാണെന്ന് ആദർശ് മുത്തശ്ശനോട് പറഞ്ഞു. അപ്പോൾ ദേവയാനി നിന്ന് ഇങ്ങനെ കരയും കേട്ടോ. ദേവയാനിയുടെ കയ്യിൽ നിന്ന് പോയി, പാവം എല്ലാം പോയി. ആദർശ് വരച്ച വരയിൽ കൊണ്ടുവന്നു ദേവയാനി.
അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പിരിയുന്നത് ഇഷ്ടമല്ലെന്ന് അമ്മ പറയുന്നതെന്നുള്ള കാര്യം ആദർശ് പറഞ്ഞു. അവൾ ഈ വീട്ടിലില്ലെങ്കിൽ അമ്മയ്ക്ക് ഉറക്കം വരില്ലെന്നാണ് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അതെ ജയനും അങ്ങോട്ടേക്ക് വന്നേ. അപ്പോൾ ആ ജയനും വന്നു. ഇവരെല്ലാവരും വന്ന് ഇങ്ങനെ നിൽക്കുക. ആ സമയം അത് കൊള്ളാം, ഇതുവരെ നയന ഇവിടെ ഇല്ലാതിരുന്ന ഉറക്കം കിട്ടാതിരുന്നത് നിന്റെ മോനാ, ഇപ്പോൾ തോന്നല് നിനക്കായോ എന്ന് മുത്തശ്ശി ദേവയാനിയോട് ചോദിക്കും. ദേവയാനി നിന്ന് കരയുക. അപ്പോൾ എന്തു പറ്റി എൻ്റെ ഭാര്യയ്ക്ക്? മോനും മരുമോളും തമ്മിൽ വേർപിരിയുന്നത് ആഘോഷമാക്കി മാറ്റാൻ നടന്നവളായിരുന്നല്ലോ, ഇപ്പം എന്താ അടവൊക്കെ മാറ്റുകയാണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ നമ്മുടെ ജയനും ദേവയാനിയോട്. അപ്പം അച്ഛാ, ഇത് ഏട്ടത്തിയുടെ ഒരു അടവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അജയൻ ദേവയാനി നിന്ന് കരച്ചിൽ പാവം തോന്നുന്നു ഇപ്പൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം മുത്തശ്ശൻ പറഞ്ഞു, അതേടാ അജയ, എനിക്കും അത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഉള്ളിലെ സന്തോഷം മറച്ചു വെച്ചിട്ട് നീ വെറുതെ നിന്റെ മോൻ ബന്ധം പിരിയാൻ പോകുകയാണെന്ന് അറിഞ്ഞപ്പോൾ നയം മാറ്റിയതാണോ ഇതാണെന്ന് ചോദിച്ചപ്പം ഒരിക്കലും അല്ലാന്ന് ദേവയാനി കരഞ്ഞുകൊണ്ട് പറയാട്ടോ. ഞാൻ എൻ്റെ മോളെ സ്നേഹിച്ച് തുടങ്ങിയിട്ട് കുറേ നാളായെന്ന് ദേവയാനി ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഏറ്റു പറയുന്നു. അപ്പം എല്ലാവരുടെയും ഭാവം മാറി, ചിരി മുഖത്ത് തെളിഞ്ഞു. മുത്തശ്ശി ഇങ്ങനെ നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഓഹോ, അത് ശരി, ഇതിനിടയ്ക്ക് നീ നിന്റെ മരുമകളെ സ്നേഹിച്ചൊക്കെ തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം മുത്തശ്ശി. അമ്മേ, അതുകൊണ്ട് അമ്മേ ഞാൻ അവളെ അടുക്കളയിൽ കയറ്റാതിരുന്നതെന്ന് ദേവയാനി ഇങ്ങനെ പറയുവാട്ടോ. അപ്പോൾ ദേ ഏറ്റു ആദർശിൻ്റെ എല്ലാം ഇതും ഏറ്റു എന്ന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. ഞാൻ അവൾക്കെല്ലാം വെച്ച് വിളമ്പിയതും അതുകൊണ്ട് തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ ആദർശിൻ്റെ കണ്ണ് നിറഞ്ഞു. ഏട്ടത്തി അത് ദേഷ്യത്തോടെ ആയിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, അതെന്താണെന്ന് അജയൻ ചോദിക്കുമ്പം ഞാൻ എൻ്റെ സ്നേഹം മറച്ചു വെച്ചിട്ട് അങ്ങനെ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തതെന്നുള്ള കാര്യം പറയുമ്പം നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ ദേവയാനി എന്ന് മുത്തശ്ശൻ. അപ്പം ഞാൻ മനസ്സിലാക്കി തരാം എല്ലാം എന്ന് പറഞ്ഞ് ദേവയാനി കാര്യങ്ങളെല്ലാം പറയുക. മരണവുമായിട്ട് മല്ലിട്ട് കൊണ്ടിരുന്ന ആ ഒരു സമയത്ത് എനിക്ക് കരൾ തരാൻ ഒരു പെൺകുട്ടി തയ്യാറായെന്നും അപ്പോൾ ആ പെൺകുട്ടിയെ കണ്ടെത്താനായിട്ട് ഞാൻ ഇങ്ങനെ അലഞ്ഞു നടന്ന കാര്യമൊക്കെ പറഞ്ഞു. അതായത് നയന തനിക്ക് ദാനമായി തന്ന കരൾ കൊണ്ട് ആണ് താനിപ്പോൾ പഴയ സ്ഥിതിയിലായെന്നുള്ള കാര്യവും ദേവയാനി ഇങ്ങനെ ഇവരോട് എല്ലാവരോടും പറയുന്നു. ഈ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണെന്നും ദേവയാനി പറഞ്ഞു എല്ലാം. അപ്പോൾ എന്നാൽ ഞാൻ പലപ്പോഴും നിങ്ങളോട് ഓരോരുത്തരോട് മാറി മാറി ചോദിച്ചു എന്നെ സഹായിച്ച പെൺകുട്ടി ആരാണ്, എനിക്ക് കാണണമെന്ന്. അന്നൊന്നും നിങ്ങൾ ആരും സമ്മതിച്ചില്ല, നിങ്ങളാരും എനിക്ക് കാട്ടി തന്നില്ല. ഞാൻ തെളിവുകൾ കണ്ടെത്തി തെളിവുകളിൽ പിടിച്ചു കയറി അവസാനം എന്നെ സഹായിച്ച പെൺകുട്ടിയുടെ അരികിൽ എത്തുകയായിരുന്നു എന്നുള്ള കാര്യം ദേവയാനി ഇവരോട് പറഞ്ഞു. അപ്പോൾ ആദർശൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. എനിക്ക് കരൾ ദാനമായി തന്നവള് എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞെന്ന കാര്യം ദേവയാനി പറയും ഇവരോട്. എൻ്റെ മരുമകളുടെ രൂപത്തിൽ അവൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു. പിന്നെ എൻ്റെ മോളെ എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയാം. ഞാൻ അവളെ വെറുത്തിരുന്നത് കൊണ്ട്, അവളെ തള്ളി പറഞ്ഞിരുന്നത് കൊണ്ട് പെട്ടെന്ന് അവളെ സ്നേഹിക്കാൻ തുടങ്ങുന്ന ആ ഒരു കാര്യം എനിക്ക് മറ്റുള്ളവരുമായിട്ട് പറയാൻ പറ്റുമായിരുന്നില്ല. നയനയോട് പോലും ഞാൻ ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞിരുന്നില്ല എന്ന കാര്യം പറയാം. എന്നാലും അവളും മിടുക്കിയാണല്ലോ, അതുകൊണ്ട് എൻ്റെ പല പ്രവർത്തികളിലും സംശയം തോന്നി എൻ്റെ മരുമകള് അവൾ എൻ്റെ പിന്നാലെ വന്ന് സത്യം തിരിച്ചറിയുകയായിരുന്നു എന്നുള്ള കാര്യം പറയുക ദേവയാനി. അപ്പം ആദർശ് ഇങ്ങനെ നിന്ന് കരയുക അമ്മ പറയുന്ന സത്യങ്ങളൊക്കെ കേട്ടിട്ടേ. അമ്മായിമ്മയ്ക്ക് മരുമകളോട് സ്നേഹമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് അന്നത്തെ ആ ഫംഗ്ഷനിൽ ആൻമരിയും അതുപോലെ അവളുടെ അമ്മയും കൂടി സംഘടിപ്പിച്ച ആ WCCയുടെ ഫംഗ്ഷനിൽ എന്നോട് ചെല്ലണമെന്ന് അവൾ നിർബന്ധം പിടിച്ചത്. ആ അവാർഡിന് പിന്നിൽ ഞാനാണെന്ന് അവൾ അറിഞ്ഞായിരുന്നു. അങ്ങനെ അവിടെ വെച്ചാൽ ഞങ്ങൾ തമ്മിൽ ഒന്നായതെന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ അന്നത്തെ ആ ഒരു സംഭവങ്ങളെല്ലാം പറഞ്ഞു. അതെല്ലാം അവിടെ വിശദമായി പറഞ്ഞതിന് ശേഷം നയനയോട് ഞാൻ തന്നെയാണ് പറഞ്ഞത് ഇതൊന്നും ആരോടും പറയരുതെന്നുള്ളത്. ഞാൻ അവളോട് വാക്ക് മേടിച്ചിരുന്നു എന്നുള്ള കാര്യം ദേവയാനി പറഞ്ഞു. അത് അവൾ അക്ഷരം പ്രതി അനുസരിക്കുകയാണ് ചെയ്തതെന്ന കാര്യമൊക്കെ കരഞ്ഞോട് ദേവയാനി പറയുമ്പം ഞങ്ങൾ നിന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല, കരൾ ദാനം നൽകാൻ നയനമോള് തയ്യാറായി മുന്നോട്ട് വന്നപ്പോഴേ ഞങ്ങൾ അവളെ തടഞ്ഞെങ്കിലും ആ കുട്ടി അത് കേട്ടില്ലെന്നുള്ള കാര്യം മുത്തശ്ശൻ അന്നേരം ദേവയാനിയോട് പറയുക. പിന്നെ മരുമകളാണ് സഹായിക്കുന്നതെന്ന് അറിഞ്ഞാൽ ആ സഹായം നീ സ്വീകരിക്കില്ല എന്ന് മോൾക്കും ഞങ്ങൾക്കും ഉറപ്പായിരുന്നു എന്നുള്ള കാര്യവും മുത്തശ്ശൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നീ അറിയേണ്ട സത്യം നിന്നിൽ നിന്ന് ഞങ്ങൾ മറച്ചു വയ്ക്കുകയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ ഐസിയുവിൽ കിടക്കുമ്പോൾ പോലും നിന്റെ കരൾ തകരാറിലാക്കിയത് നയനയാണെന്നാണ് നീ പറഞ്ഞുകൊണ്ടിരുന്നതെന്നുള്ള കാര്യങ്ങൾ ജയൻ ഇങ്ങനെ അവിടെ പറഞ്ഞു. അത് മാത്രമാണോ എൻ്റെ പൊന്നു ചേട്ടാ, മനഃപൂർവ്വം പാലിൽ നയനമോള് വിഷം ചേർത്തു എന്നല്ലേ ഏട്ടത്തി വിശ്വസിച്ചിരുന്നതെന്നുള്ള കാര്യം ആ ജയനും ഇങ്ങനെ പറയുന്നു.
അപ്പം ജലജയും ജാനകിയും ഒക്കെ അതിനെ പിന്താങ്ങിയപ്പോൾ അതാണ് ശരിയെന്നും പറഞ്ഞു ഏട്ടത്തി നയനമോളെ മാറ്റി നിർത്തുകയായിരുന്നില്ലേന്ന് അജയനും ചോദിക്കും കേട്ടോ. അപ്പോൾ അവിടെ നിന്നോട് നടന്നതൊക്കെ പറയാൻ എല്ലാവർക്കും പേടിയായിരുന്നു, അതുപോലെ തന്നെ മടിയായിരുന്നു എന്ന് മുത്തശ്ശിയും പറഞ്ഞു. നീ ആ സമയത്ത് നയനമോളുടെ സഹായം സ്വീകരിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിന്നെ പിന്നെ ഞങ്ങൾക്ക് കാണാൻ പോലും പറ്റുമായിരുന്നില്ല ദേവയാനി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു നമ്മുടെ മുത്തശ്ശിയും. അതുകൊണ്ടാണ് ഒരിക്കലും കള്ളം പറയാത്ത ഞങ്ങളൊക്കെ നിന്നത് മറച്ചു വെച്ചതെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ മറച്ചു വെച്ചിൽ ഏറ്റു പറഞ്ഞില്ലേ അച്ഛാ. സത്യം പറഞ്ഞ നയനമോള് ഇവനോട് ആ സത്യം പറയാനായിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നും പിന്നെ പക്ഷെ ഒരിക്കൽ പോലും ഇവനത് കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ള കാര്യങ്ങളും ദേവയാനി പറയുമ്പോഴും അതൊരു ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഇവൻ്റെ മനസ്സിന് ആ നേരത്തൊക്കെ നയനോട് ദേഷ്യമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവയാനി പറഞ്ഞു. ആരോ ഇവൻ്റെ മനസ്സിൽ വിഷം കുത്തി നിറച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദേവയാനി പറയാം. ഇപ്പോൾ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി നീയും പറയണം നിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളതെന്ന് ദേവയാനി ഇങ്ങനെ പറയുമ്പോൾ ആദർശ് ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെ നിൽക്കുക. അപ്പം അത് തൽക്കാലം എന്തായാലും പറയാൻ പറ്റില്ല അമ്മേ എന്ന് പറഞ്ഞപ്പോൾ പറയാൻ പറ്റില്ലെങ്കിലേ വേണ്ട, മര്യാദയ്ക്ക് നീ പോയി ഇന്ന് തന്നെ നയനമോളെ വിളിച്ചുകൊണ്ട് വരണമെന്ന് ദേവയാനി ആദർശനോട് തറപ്പിച്ച് തന്നെ അങ്ങ് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശനൊക്കെ ഇങ്ങനെ അങ്ങോട്ടേക്ക് നോക്കുക. അപ്പം ഞാൻ പറഞ്ഞത് 100% സത്യമാണെന്നും ഇനി നിങ്ങളോട് അത് പറയാൻ എനിക്ക് ഒരു നാണവും ഇല്ലയെന്ന് പറഞ്ഞ് ദേവയാനി ആനന്ദപുരിയിൽ കിടന്ന് ഉറഞ്ഞു തുള്ളു കേട്ടോ. എനിക്കെൻ്റെ നയനമോളെ വേണം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ ദേവയാനി നോക്കുന്നു. എനിക്ക് നയനമോളില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% സത്യം തന്നെയായ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷൗട്ട് ചെയ്താണ് നമ്മുടെ ദേവയാനി സംസാരിക്കുന്നത്. അതുകൊണ്ട് നീ പോയിട്ട് വാ, നീ പോയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി തറപ്പിച്ച് തന്നെ ആദർശനോട് പറയുന്നു. ആദർശ് ഇങ്ങനെ എല്ലാവരെയും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ഭയങ്കര കലിപ്പിൽ. മോനെ ഞാൻ പറഞ്ഞാൽ നീ പോവില്ലേ എന്ന് ദേവയാനി ആദർശനോട് ചോദിച്ചു. നിന്റെ അമ്മയുടെ വാക്ക് നീ കേൾക്കില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ആദർശിന് അനന്തപുരിയിൽ നിന്ന് ദേവയാനി തന്നെ ഇറക്കി വിടാൻ നോക്കുക. അങ്ങനെ ആദർശ് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങി പോകുന്നു. അങ്ങനെ ആദർശ് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി ഇങ്ങനെ ആശ്വാസത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആദർശ് എന്താ തീരുമാനിക്കുന്നതെന്നുള്ളത് അറിയില്ലല്ലോ. അപ്പം എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇറങ്ങി പോകുന്നത്. അപ്പോഴും മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും ഇളയച്ചനും എല്ലാവരും ഇങ്ങനെ അന്തമിട്ടിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ചങ്ക് പൊട്ടി കരഞ്ഞു നിൽക്കുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.